ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു കുട്ടി വ്ളോഗാണ് കേട്ടോ. ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ രാവിലത്തെ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഉച്ച തൊട്ടുള്ള ലഞ്ചും പിന്നെ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കുട്ടി വ്ളോഗാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണണം. കണ്ടിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. ഒരു സ്മൈലെങ്കിലും കമൻ്റ് ആയിട്ട് ഇടാം കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് കൂന്തേനു കിട്ടിയത്. ഇന്നലെ ഇപ്പോൾ വരുമ്പം കുറച്ച് കൂന്ത കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ഇന്നലെ രാത്രി വരുമ്പോൾ കൊണ്ടുവന്നതാണ്. അപ്പം ഞാൻ വേഗം അത് ഫ്രീസറിലേക്ക് കയറ്റി വെച്ചു. എന്നിട്ടിപ്പോൾ അതാ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്നതിന് കുറച്ച് മുന്നേ വെള്ളം ഒഴിച്ച് വെച്ചതാണ് കേട്ടോ. അതാകുമ്പോൾ പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ഉണ്ട് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ 10 മിനിറ്റ് അല്ല, ഒരു അരമണിക്കൂർ റെസ്റ്റ് ഉണ്ടാവും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും കൂന്തത്തെ ഐസൊക്കെ പോയിട്ട് കൂന്ത ഒന്ന് സെറ്റ് ആവുമല്ലോ. നമ്മൾ രാവിലെ നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും കേട്ടോ. നേരത്തെ എന്ന് പറയുമ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അത് നേരത്തെ തന്നെയാണ് കേട്ടോ. കാരണം ഇസാൻ ഒരു 9 മണിയാകുമ്പോൾ പോവും. ഇസാൻ പോയ പാടെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കും. എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഫോണിൽ റീൽസോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ നോക്കിയിട്ട് അങ്ങനെ കിടക്കും. എന്നിട്ട് പിന്നെ ഒരു 10 മണിക്ക് ശേഷമാണ് കേട്ടോ പിന്നെ ബാക്കിയുള്ള പണികളിലേക്ക് നടക്കുക. ഒരു അരമണിക്കൂർ റെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഞാനും എളീച്ചും അപ്പുറം സഹോമിൽ ഇരുന്നിട്ട് അങ്ങനെ ഫോണിൽ കളിക്കും. അതിൻ്റെ ഇടയിൽ എസിസാൻ എണീറ്റിട്ടുണ്ടെങ്കിൽ ഓരോ കാര്യങ്ങൾ നോക്കും. എസിസാനല്ല എണീറ്റിട്ടുണ്ടെങ്കിൽ പിന്നെ ഓളെ ബാത്റൂമിൽ കൊണ്ടുപോകലും പിന്നെ ഓളെ കുളിപ്പിക്കലും ഒക്കെ ആയിട്ട് അങ്ങനെ ചെയ്യും. ഇപ്പോൾ പിന്നെ കാലിന് പ്ലാസ്റ്റർ ഇട്ടതിന് ശേഷം ഇപ്പോൾ ഡെയിലി കുളിപ്പിക്കും കേട്ടോ. ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ കാലിൽ കെട്ടിയിട്ട് അത് മറച്ച് വെച്ചിട്ട് അങ്ങനെ അതുകൊണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ കവർ കൊണ്ട് കാലൊക്കെ ഒന്ന് മറച്ചിട്ട് അങ്ങനെ ഡെയിലി കുളിപ്പിക്കാൻ നോക്കും. അങ്ങനെ നമ്മളെ ബാക്കി എല്ലാ പണികളും കഴിഞ്ഞ്, അതായത് രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ ഒരു കൂന്ത ക്ലീനിങ്ങിലേക്ക് ഇറങ്ങിയത്. എനിക്കാണെങ്കിൽ ഈ മീൻ ക്ലീൻ ചെയ്യുന്ന കാര്യം ഭയങ്കര ചടപ്പാണ്. പ്രത്യേകിച്ച് ഈ ചെമ്മീനൊക്കെ ഉണ്ടല്ലോ, ചെമ്മീൻ പിന്നെ മുകളിൽ ഈ ചുണങ്ങുള്ള അങ്ങനത്തെ ഒരു മീൻ ഉണ്ടാവില്ലേ, ഈ മത്തി പോലത്തെ മീൻ, അങ്ങനത്തെ മീനും ക്ലീൻ ചെയ്യാൻ ഭയങ്കര മടിയാണ്. കൂന്ത പിന്നെയും കുഴപ്പമില്ല, അത് പെട്ടെന്ന് ഈസി ആയിട്ടുള്ള പോലെ തോന്നും, വേഗം കഴിയുമല്ലോ. ചെമ്മീനൊക്കെ ആകുമ്പോൾ അതിൻ്റെ തോട് പൊളിച്ച് പിന്നെ അതിൻ്റെ ഉള്ളിലെ നാരെടുത്ത് അങ്ങനെയൊക്കെ ആയിട്ട് ചടപ്പാണ്. കൂടുതലും ഞാൻ ചെമ്മീനൊക്കെ വാങ്ങുമ്പം അമാനാണ് കേട്ടോ ഈ ക്ലീൻ ചെയ്ത് ചെമ്മീൻ, കടുക്ക, എരുന്ത് അങ്ങനെയൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ഓളങ്ങനെ ക്ലീൻ ചെയ്ത് തരും. അപ്പോൾ പിന്നെ ഉണ്ടാക്കാൻ എനിക്കിഷ്ടമാണ്. അങ്ങനെ കൂന്തൽ ക്ലീനൊക്കെ ചെയ്ത് അവിടെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമൊക്കെ കൂന്ത ഫ്രൈ ഒക്കെ ആക്കുന്ന സമയത്ത്, കൂന്ത ഫ്രൈയും കൂന്ത പൊരിക്കാനൊക്കെ എടുക്കുന്ന സമയത്ത് കുക്കറിലിട്ടിട്ട് ഒരു 3-4 വിസിൽ അങ്ങനെ വരുത്തുട്ടോ. അങ്ങനെ വരുത്തിയിട്ടാണ് പിന്നെ ഫ്രൈ ആക്കാനും പൊരിക്കാനൊക്കെ ഇടൽ. പിന്നെയാണ് ഞാൻ കുറേ വീഡിയോസ് കണ്ടപ്പോൾ എനിക്കിങ്ങനെ മനസ്സിലായത് കൂന്തക്ക് ശരിക്കും അത്രയും വേവിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നുള്ളത്. ജസ്റ്റ് നമ്മൾ കൂന്ത പൊരിക്കാനാണെങ്കിൽ മസാലയൊക്കെ തേച്ചിട്ട് ചീനച്ചട്ടിയിലേക്ക് ഇട്ട് ജസ്റ്റ് അടച്ചു വെച്ചാൽ തന്നെ കൂന്തയിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്നിട്ട് ആ കൂന്ത കുക്കാവും. അത്രേ വേവുള്ളൂ കൂന്തക്ക് എന്നുള്ളത്. നമ്മളിങ്ങനെ കുറേ കുക്കറിലിട്ടിട്ട് 3-4 വിസിൽ വരുമ്പോഴേക്കും അതിൻ്റെ എല്ലാ ടേസ്റ്റും പോയി അതൊരു റബ്ബർ പോലെ ആവും എന്ന് പറയുന്നുണ്ട്. സംഭവം സത്യമാണ് കേട്ടോ. ഈ കൂന്ത ഫ്രൈ ഒക്കെ ആക്കുന്ന സമയത്തും പൊരിക്കുന്ന സമയത്തും അങ്ങനെ കുക്കറിലിട്ടിട്ട് വേവിക്കണം എന്നൊന്നുമില്ല. ജസ്റ്റ് ഫ്രൈ ആക്കുന്ന സമയത്താണെങ്കിൽ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടി അത് മെല്ലെ ജസ്റ്റ് ഇട്ട് കൊടുത്താൽ ഇനി കുറച്ച് വെള്ളം ഒഴിച്ചാൽ തന്നെ അത് വേഗം കുക്കാവും. അപ്പം ഞാൻ ഇപ്പോൾ അങ്ങനത്തെ അബദ്ധങ്ങളൊന്നും ചെയ്യാറില്ല കേട്ടോ. അങ്ങനെ ഞാൻ ഇന്ന് ഉച്ചക്ക് ലഞ്ചിന് സ്പെഷ്യൽ, ഇന്നത്തെ ലഞ്ച് റെസിപ്പി എന്ന് പറയുന്നത്, റെസിപ്പിയല്ല ലഞ്ചിന് സ്പെഷ്യൽ എന്ന് പറയുന്നത് മോരുകറി, പിന്നെ കൂന്ത ഫ്രൈ, പിന്നെ പച്ചക്കായ ഉപ്പേരി, ഇത്രയും ഐറ്റംസാണ് കേട്ടോ ഇന്ന് ലഞ്ചിന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ രാത്രി എസീസാൻക്ക് വേറെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം. എസീസാൻക്ക് പ്രത്യേകിച്ച് ഇസാൻക്ക്, കാരണം ഓനക്ക് ഈ കൂന്ത അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇഷ്ടമില്ല, കൂന്ത ചെമ്മീൻ അങ്ങനെ ഒന്നും ഇഷ്ടമില്ല. അപ്പോൾ ഓനക്ക് ഒന്നെങ്കിൽ സോയാബീൻ ഫ്രൈ ആക്കി കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ചിക്കനോ അങ്ങനെ എന്തെങ്കിലും ഫ്രൈ ആക്കി കൊടുക്കണം എന്ന് വിചാരിച്ചു. ഉച്ചക്ക് പിന്നെ കുഴപ്പമില്ല, എസ് പിന്നെ അങ്ങനെ കഴിക്കും കേട്ടോ. കൂന്തക്ക് അങ്ങനെ വലിയ താല്പര്യമൊന്നും ഇല്ലെങ്കിലും എന്നാലും കുറച്ചൊക്കെ അങ്ങനെ കഴിക്കും. അങ്ങനെ കൂന്ത ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ടുള്ള ചട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ചട്ടിക്ക് മാത്രം ഒന്നുമില്ല കേട്ടോ, ആകെ കുറച്ച് കൂന്തയുള്ളൂ. പിന്നെ ചട്ടിയിൽ വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ അങ്ങനെ ചട്ടിയിൽ വെക്കുന്നത്. അപ്പോൾ ആ ഉള്ളിയൊക്കെ ഒന്ന് വാടി വരുന്ന നേരം കൊണ്ട് ഞാൻ ചില്ലി ഫ്ലേക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുളകൊന്ന് ചൂടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ എൻ്റെ ഇളയിച്ച് വന്നിട്ടുണ്ടേനും. പിന്നെ ഓൾ വന്നതിന് ശേഷമുള്ള തോണ്ടലാണ് കേട്ടോ നിങ്ങൾ കണ്ടത്. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് അങ്ങനെ പയറാവും. അപ്പം അങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട്.
പിന്നെ കൂടെ ഉള്ളത് ഏറ്റവും ചെറിയ ഇളയച്ചാണ് കേട്ടോ, അമാന. ഇത് അതിൻ്റെ തൊട്ട് മൂത്തത് നിഹാല. അപ്പോൾ ഓളേനു വന്നത്. അപ്പോൾ പിന്നെ അങ്ങനെ ഓൾ വരുമ്പോൾ കുറേ ഡയറി മിൽക്കും ക്രിസ്പെല്ലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിലൂടെ അത് കഴിക്കലും ഉണ്ട്. ഇതിപ്പോൾ എനിക്ക് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുമ്പം ഞാൻ ചില്ലി ഫ്ലേക്സ് ഇട്ടിട്ട് ഉണ്ടാക്കും കേട്ടോ. നല്ല ടേസ്റ്റാണ് ചില്ലി ഫ്ലേക്സ് ഒക്കെ ഇട്ടിട്ട് ഉപ്പേരി ഉണ്ടാക്കിയാൽ. ഈ പയറൊക്കെ ഉണ്ടല്ലോ, പയർ ഇതേപോലെ പച്ചക്കായ്, അതിലൊക്കെ ഈ ഒരു ചില്ലി ഫ്ലേക്സ് എടുത്തിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ആട്ടോ. പച്ചമുളക് ഇടുന്നതിനേക്കാളും കുറച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇങ്ങനെ ഇട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ. അപ്പം ഞാനിതാ മുളകൊക്കെ ഒന്ന് ജസ്റ്റ് ചൂടാക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ചൂടൊക്കെ മാറിയാലൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് അങ്ങനെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും കേട്ടോ. അപ്പോഴേക്കും ഇതാ ഉള്ളിയും ഏകദേശം വാടി വന്നിട്ടുണ്ട്. ഇനിതാ ഞാൻ അതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി എൻ്റെ കയ്യിലുണ്ടേനുള്ളൂ, ആ ഒരു ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാനിതിലേക്ക് പൊടികളും കൂന്തയൊക്കെ ഒരുമിച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി നോക്കിയിട്ട് ചേർക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കൂന്ത ചേർത്ത് കൊടുത്തു. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, മല്ലിപ്പൊടി കൂടണ്ട. ഒരു സ്പൂൺ മുളക് പൊടി ആണെങ്കിൽ 1 സ്പൂൺ മല്ലിപ്പൊടി, ആ ഒരു അളവിലാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തത്. എന്നിട്ട് ഇതെല്ലാം കൂടി ഇട്ടിട്ട് ജസ്റ്റ് വെള്ളം ഒന്നും ഒഴിക്കേണ്ട, ജസ്റ്റ് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്താൽ മതി. ആ കൂന്തയിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. ആ ഒരു വെള്ളത്തിൽ തന്നെ ഇത് റെഡി ആയിക്കോളും. എക്സ്ട്രാ നമ്മൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ആ കൂന്തയിൽ നിന്ന് തന്നെ വെള്ളം വരും. ആ വെള്ളത്തിൽ ഇത് വേവുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാനിതാ എല്ലാ പൊടികളും ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ടൊന്ന് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ പിന്നെ ഈ ഒരു മീൻ ഐറ്റംസിൽ കൂടുതൽ വാങ്ങുന്ന ഒരു സംഭവമാണ് കൂന്ത, ചെമ്മീൻ, കടുക്ക അങ്ങനത്തൊക്കെത്. പിന്നെ മാന്ത. ബാക്കിയുള്ള മീനുകളൊന്നും അങ്ങനെ വാങ്ങാറില്ല കേട്ടോ. കാരണം ഇവിടെ എസ്സക്കും ഇസാൻക്കും മെയിനായിട്ട് പറ്റില്ല. ഇപ്പോൾ ഈ കൂന്തയും ചെമ്മീനും തന്നെ ആയാലും എനിക്കിഷ്ടമുള്ളതുകൊണ്ടാണ് കേട്ടോ വാങ്ങുന്നത്. അവർക്ക് രണ്ടാൾക്കും ഇഷ്ടമില്ല. ഇതിപ്പോൾ കൂന്ത, ചെമ്മീൻ, കടുക്ക അങ്ങനെയൊക്കെ എന്താണെങ്കിൽ ഞാൻ വേറെ ചിക്കൻ എക്സ്ട്രാ പൊരിക്കേണ്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സോയാബീനോ അങ്ങനെ എന്തെങ്കിലും പൊരിക്കേണ്ടി വരും കേട്ടോ. കാരണം ഇവർക്കിതൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് നമ്മൾ എന്തായാലും എക്സ്ട്രാ എന്തെങ്കിലും വേറെ ആക്കണം. ഇവിടെ പിന്നെ എസ് പിന്നെയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ആസ് അങ്ങനെ കഴിക്കും. പക്ഷേ ഇസാന് തീരെ പറ്റില്ല കേട്ടോ. ഓനൊരു നേരം അത് കൂട്ടി കഴിച്ചാൽ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറയും, നാളെ ഇനി ഇത് വാങ്ങണ്ട കേട്ടോ, നാളെ ഇത് ഉണ്ടാക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വരും. ഇന്നിപ്പോൾ ഞാൻ കൂന്താക്കിയില്ലേ, ഇന്ന് രാത്രി ഞാൻ ഓനക്ക് പിന്നെ ചിക്കനൊക്കെ പൊരിക്കാൻ മടിയാവുക. അപ്പോൾ ഞാനൊരു ഓംലേറ്റ് അടിച്ചിട്ട് ചോറ് കൊടുത്തിട്ടോ. പിന്നെ രാത്രി കിടക്കാൻ നേരത്തെ എൻ്റെ അടുത്ത് വന്ന് പറയുന്നത്, നിമ്മ നാളെ ഈ കൂന്തൊന്നും വാങ്ങണ്ട കേട്ടോ, വേറെ എന്തെങ്കിലും വാങ്ങിയാൽ മതി, കൂന്തൊന്നും വേണ്ട, എനിക്ക് ഓംലേറ്റ് അടിച്ചൊരു ചോറൊന്നും വേണ്ടാന്ന്. അങ്ങനെയാണ് ഓൻ്റെ അവസ്ഥ. അപ്പോൾ പിന്നെ ഒരു കഴിക്കാതിരിക്കുമ്പോൾ പിന്നെ നമുക്ക് എന്തെങ്കിലും ആവല്ലോ. പക്ഷെ എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്തെങ്കിലും വാങ്ങും കേട്ടോ. എനിക്ക് ചെമ്മീനും കൂന്തൊക്കെ ഇഷ്ടമായതുകൊണ്ട് ഞാനത് വാങ്ങും. പിന്നെ അവർക്ക് ഇഷ്ടപ്പെട്ടത് അവർക്ക് ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ കുറച്ച് നേരം അടച്ചു വെച്ചപ്പോൾ അതിൽ നിന്ന് തന്നെ ചെറുതായിട്ട് വെള്ളം വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു തക്കാളി കൂടി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും അടച്ചു വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിൽ നിന്ന് തന്നെ വെള്ളം വന്നിട്ട് അത് നല്ലപോലെ വെന്ത് വന്നോളും. പിന്നെ നിങ്ങൾക്കിത് നല്ലപോലെ ഡ്രൈ ആക്കണമെങ്കിൽ ഡ്രൈ ആക്കാം, അല്ലെങ്കിൽ ഒരു സെമി ഗ്രേവി ആക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ നല്ലപോലെ ഡ്രൈ ആക്കുന്നില്ല, ചെറുതായിട്ടൊരു ഗ്രേവി ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചു. കാരണം ഇതിപ്പം ഏകദേശം കുക്കായിട്ടുണ്ട് കേട്ടോ. ഇനി വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ ലാസ്റ്റ് കുറച്ച് കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. പിന്നെ ഇന്ത്യയിൽ ഓൾറെഡി എരിവ് കൂടിയതുകൊണ്ട് ഞാൻ പിന്നെ കുരുമുളക് ഇടാൻ നിന്നില്ല. പിന്നെ ഞാനത് റെഡി ആയപ്പം അത് വേറെ പാത്രത്തിലേക്ക് മാറ്റി ആ ഒരു സെയിം ചട്ടിയിൽ തന്നെ മോരുകറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ കയ്യിൽ ആകെ ഒരു ചട്ടിയേ ഉള്ളൂ കേട്ടോ. പക്ഷേ ചില കാര്യങ്ങൾ എനിക്ക് ചട്ടിയിൽ ഉണ്ടാക്കുന്നതാണ് കുറച്ചുകൂടി ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ മോരുകറി ഈ ഒരു ചട്ടിയിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വേറെ പാത്രത്തിലേക്ക് കൂന്തൊക്കെ ആക്കിയിട്ട് ഞാൻ മോരുകറി ഉണ്ടാക്കാം കേട്ടോ. എന്നിട്ട് വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കടുക്, വറ്റൽമുളക്, പിന്നെ കുറച്ച് നല്ല ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുക, പച്ചമുളക് വേണമെങ്കിൽ പച്ചമുളക് ഇട്ട് കൊടുക്കുക കേട്ടോ. പക്ഷെ ഞാൻ തേങ്ങ അടിച്ചിട്ടാണ് മോരുകറി ഉണ്ടാക്കുന്നത്. അപ്പോൾ തേങ്ങ അരച്ചയിലേക്ക് ഞാൻ 2 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ട് എനിക്ക് കുറച്ച് നല്ല സ്പൈസി ആയിക്കോട്ടെ വിചാരിച്ചിട്ട്. അപ്പം ഞാൻ പിന്നെ എക്സ്ട്രാ അങ്ങനെ കുറേയധികം പച്ചമുളക് വേറെ കറിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടില്ല. എന്നിട്ട് തന്നെ ഈ ഒരു മോരുകറി നല്ല എരിവുണ്ടായിരുന്നു കേട്ടോ. ഇന്നത്തെ ഫുഡിൽ നല്ല പോലെ എരിവുണ്ടായിരുന്നു. കാരണം കൂന്തയിലും കുറച്ച് മുളക് പൊടി കൂടിപ്പോയി, ഈ ഒരു മോരുകറിയിലും ഞാൻ മുളക് അടിച്ചിട്ടപ്പം കുറച്ചൊന്നും കൂടിപ്പോയിട്ടോ. പക്ഷെ എന്നാലും എനിക്ക് കുഴപ്പമില്ല, കാരണം എനിക്ക് കുറച്ച് നല്ല സ്പൈസി ആയിട്ടുള്ളതാണ് കേട്ടോ ഇഷ്ടം. അങ്ങനെ നമ്മളാണ് ഫുഡ് കഴിച്ച ആ ഒരു ഫീല് കിട്ടൽ. പിന്നെ ഇവിടെ എസീസാൻക്കൊന്നും പിന്നെ കൂന്തൊന്നും കൂട്ടാത്തത് കൊണ്ട് പിന്നെ കുഴപ്പമില്ല. പിന്നെ മോരുകറിയും കൂട്ടിയിട്ട് ഭക്ഷണം കഴിച്ചോളും. പിന്നെ കൂന്ത 2-3 പീസ് കൂന്ത ഞാനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ച് വലിയ ഇഷ്ടമൊന്നുമില്ല, പക്ഷെ എന്നാലും കഴിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവളങ്ങനെ കഴിച്ചു. പിന്നെ ഉപ്പേരിക്കുള്ള
പച്ചക്കായും കൂടി ആക്കിയിട്ടുണ്ടായിരുന്നു. പച്ചക്കായിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് ചില്ലി ഫ്ലേക്സും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് അതും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് കുളിക്കാൻ പോകുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് ഇടവയിലേക്ക് ഇറങ്ങി നോക്കിയതാണ് കേട്ടോ. ഇവിടെ ജപ്പാൻ്റെ കണക്ഷൻ ഇല്ലേ, അതിന് പൈപ്പ് ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഫുൾ കളച്ച് വെച്ചതാണ് കേട്ടോ. ഇതിപ്പം ഇവിടെ ഈ ഭാഗത്തൊക്കെ സ്ഥിരം പരിപാടി കേട്ടോ. നല്ല ഏത് റോഡ് കണ്ടാലും ഇവരിങ്ങനെ കിളച്ചിടും. പക്ഷെ എന്തായാലും നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണല്ലോ, ജപ്പാൻ്റെ വെള്ളം വേണമല്ലോ. ഞാനിവിടെ വീടെടുക്കുന്ന സമയത്ത് തന്നെ ജപ്പാന് വേണ്ടിയിട്ടുള്ള നമ്മളെ വീട്ടിലേക്കുള്ള കണക്ഷനൊക്കെ കൊടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഓരോ മെയിൻ കണക്ഷൻ ഇല്ലെങ്കിലും ജസ്റ്റ് സിങ്കിലേക്ക് പൈപ്പിൻ്റെ അതൊക്കെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ജപ്പാനിലെ വെള്ളം എപ്പോഴെങ്കിലും വരാണെങ്കിൽ കണക്ഷൻ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഫുഡ് കഴിക്കാൻ കേട്ടോ. നല്ല മോരുകറിയും പിന്നെ കൂന്തൽ ഫ്രൈയും ഉപ്പേരിയും പിന്നെ ഈ ഒരു വെളുത്തുള്ളി അച്ചാറുണ്ടല്ലോ, അത് അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു അച്ചാർ ചെയ്യുന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറേ നേരം കിടന്നു. ഇസാൻ വരുന്നത് വരെ അങ്ങനെ കിടക്കലാട്ടോ പണി. പിന്നെ എനിക്ക് വീഡിയോസൊക്കെ എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ആ ഒരു സമയത്താണ് കൂടുതലും വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യൽ. അല്ലാന്നുണ്ടെങ്കിൽ ഫോണിൽ ഇങ്ങനെ റീൽസോ അല്ലെങ്കിൽ ലോഗോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നിട്ട് അങ്ങനെ സോഫിൻ്റെ മുകളിൽ കിടക്കും നമ്മളെല്ലാവരും പാടി. ജമാന് ചില സമയത്ത് മിക്ക ദിവസം ജമാൻ ഉറങ്ങും കേട്ടോ ആ ഒരു സമയം ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ. അങ്ങനെ പിന്നെ ഇസാൻ വന്നപ്പോൾ പിന്നെ ഓനക്ക് ചോക്കോസ് മതി എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ പിന്നെ 3 ആൾക്കും കൂടി ചോക്കോസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇത് പിന്നെ പ്രത്യേകിച്ച് ഉണ്ടാക്കാനൊന്നുമില്ല, ജസ്റ്റ് ചോക്കോസിലേക്ക് പാലൊഴിച്ചിട്ട് കൊടുത്താൽ മതി. ഹെസൻ്റെയിലേക്ക് ഞാൻ പിന്നെ കുറച്ച് നട്ട്സൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ. ചിലപ്പം അല്ല മിക്ക പ്രാവശ്യം ഹെസക്ക് ഞാൻ കുറച്ച് ആൽമണ്ട്സോ അല്ലെങ്കിൽ റേസിൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നട്ട്സ് ഇട്ട് കൊടുക്കും. ഇസാൻക്ക് പിന്നെ അത് ഇട്ട് കൊടുത്താൽ ഇസാൻ കഴിക്കില്ല. പക്ഷെ ഓക്ക് അതങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓളതങ്ങനെ കഴിച്ചോളും. ജമാൻ്റെയിലേക്ക് പിന്നെ ഞാൻ പാലങ്ങനെ ഒഴിച്ചു കൊടുക്കില്ല കേട്ടോ. കാരണം ജമാൻ ഇത് വെറും വേസ്റ്റ് ആക്കും. ഓനക്കിത് വലിയ ഇഷ്ടമൊന്നുമില്ല. പക്ഷെ ഇവർ രണ്ടാളും കഴിക്കുന്നത് കാണുമ്പോഴുള്ള ആ ഒരു ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ ഞാൻ അവർക്ക് 2 ആൾക്കും പാലൊഴിച്ച് കൊടുത്തപ്പോൾ പിന്നെ ഓനും പാലൊഴിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ലേശം പാൽ ഞാൻ അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇസാൻക്കുള്ളതും എസക്കുള്ളതും കൊണ്ടുപോയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതെൻ്റെ ജമാൻ്റെ പണിയാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ണിയപ്പത്തിന് വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മൾ തേങ്ങ ഇങ്ങനെ കൊത്തിയെടുക്കുമല്ലോ ആ ചിരട്ടേന്ന് തന്നെ, അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് ഞാൻ അവിടെ താഴത്തെ ഇതിൽ വെച്ചതേനു. മൂപ്പർ അത് എടുത്തിട്ട് മുകളിലേക്ക് വെച്ചു. ഓൻ ഈ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ ഇരുന്നിട്ട് എല്ലാ പണിയും ചെയ്യും കേട്ടോ. ഈ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ കയറി ഇരുന്നിട്ട് ഫ്രീസർ തുറന്നിട്ട് അതിന്ന് എന്തെങ്കിലുമൊക്കെ എടുക്കും, ഐസ് എടുത്ത് തിന്നാൻ നോക്കും. അങ്ങനത്തെ എല്ലാ കുരുത്തക്കേടും ഓൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ പിന്നെ ഒരു 3 ആളും അത് പോയിട്ടുണ്ട്. 3 ആളല്ല 2 ആൾക്കാർ പോയിട്ടുണ്ട്. ഒരാൾ പിന്നെ ഞാൻ എപ്പോഴാണ് കിച്ചണിൽ നിന്ന് ഇറങ്ങുന്നത് അപ്പോഴേ ഓനും കിച്ചണിൽ നിന്ന് ഇറങ്ങുള്ളൂ. ഞാൻ എവിടെയാണോ ഉള്ളത് ഓൻ അവിടെ ഉണ്ടാവും. അങ്ങനെ പിന്നെ നമുക്ക് 2 ആൾക്കും ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് എയർ ഫ്രയറിലേക്ക് അങ്ങനെ ഫ്രഞ്ച് ഫ്രൈസിനുള്ളത് വെക്കുന്നുണ്ട്. പിന്നെ മഗ്‌രിബ് ആവാൻ നേരമായപ്പോൾ ഞാൻ വേഗം ജനവാതിലൊക്കെ ഒന്ന് അടിച്ചു. അല്ലാന്നുണ്ടെങ്കിൽ നല്ല പോലെ കൊതുക് കയറും കേട്ടോ. ഇവിടെ ആണെങ്കിൽ ഇപ്പോൾ നല്ല കൊതുകാണ്. ജനവാതിലൊക്കെ ആ ഒരു സമയം ഒരു 5:30-5 മണിയൊക്കെ ആകുമ്പോഴേക്കും അടച്ചിട്ടാൽ കുഴപ്പമില്ല. അല്ലാന്നുണ്ടെങ്കിൽ വേഗം കൊതുക് കയറി രാത്രി ആകുമ്പോൾ നല്ല കൊതുകായിരിക്കും. അപ്പം ഞാൻ പിന്നെ വേഗം ഒരു 5:30 ആയപ്പോഴേക്കും ജനവാതിലൊക്കെ അടിച്ചിട്ട് പിന്നെ എസൈസാനൊക്കെ കോൺഫ്ലെക്സൊക്കെ കുടിച്ച് കഴിഞ്ഞ്, കോൺഫ്ലെക്സ് അല്ല ചോക്കോസൊക്കെ കുടിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ എല്ലാവരും കൂടി ഫ്രഞ്ച് ഫ്രൈസും പാടി ഇരുന്ന് കഴിച്ചിട്ടോ. അപ്പം ഇത്രയൊക്കെയാണ് നമ്മളൊരു കുട്ടി ദിവസം എന്ന് പറയുന്നത്. ഓരോ ദിവസം ഓരോ പോലെ ആയിരിക്കും കേട്ടോ. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് ഉണ്ടാക്കുകയൊക്കെ ചെയ്യും. ഇന്നിപ്പോൾ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.